ഡോക്ടറെ ചില കേസിൽ ഇപ്പൊ എക്സ്റേ MRI ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മുട്ടിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുമില്ല. എന്നാൽ ആ പേഷ്യന്റിനാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് മുട്ടുവേദന ഉണ്ട്. എന്തുകൊണ്ടാണത് അങ്ങനെ മുട്ടുവേദന മാറാതെ വരുന്നത്? അങ്ങനത്തെ കേസുകളിലുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മിക്കതിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ലംബാർ ഏരിയ. നമ്മളെ നടുവിൻ്റെ ലാസ്റ്റുള്ള 3 നട്ടലുകളുണ്ട്. L3 L4 L4 L5 L5 S1. ഇവിടെ വരുന്ന 3 നെർവുകളാണ് L3 L4 L5 എന്ന് പറയുന്നത്. ഈ നെർവുകൾക്ക് കംപ്രഷൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ L3ക്ക് സംഭവിക്കുകയാണെങ്കിൽ ഈ കോർട്ടിസോസ് മസിൽസുകളുണ്ട്, നമ്മുടെ തുടയുടെ മുകൾ ഭാഗങ്ങളിൽ വരുന്ന മസിലുകളാണ്. അതേപോലെ L4നും ഈ പറഞ്ഞ പോലെ തന്നെ മുകൾ ഭാഗത്തിലേക്കും സൈഡ് ഭാഗത്തേക്കും വരുന്ന രക്തോട്ടത്തിന് വഹിക്കുന്നതാണ്. അതേപോലെ L5 എന്ന് പറയുന്നത് ആംസ്ട്രിങ് മസിൽസുകളുണ്ട്, നമ്മൾ തുടയുടെ താഴ്ഭാഗത്ത് വരുന്നതാണ്. ആ മസിലുകൾക്ക് ഈ പറഞ്ഞ പോലെ രക്തോട്ടം കുറയുകയോ ഈ നെർവിൻ്റെ കംപ്രഷൻ കാരണം മസിൽ സ്റ്റിഫ്നെസ്സോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്റ്റിഫ്നെസ് നമുക്ക് ഒരു മുട്ടുവേദനയായിട്ട് മിമിക് ചെയ്യും. ആ ഒരു സമയത്ത് പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക ഇതൊരു മുട്ടുവേദനയായിട്ടാണ്. അപ്പോൾ അവിടെ ഈ നടുവിലുണ്ടാവുന്ന L3 L4 L5ൻ്റെ നെർവ് കംപ്രഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ MRIയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടോ മനസ്സിലാക്കി എടുത്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മാറ്റുമ്പോൾ മാത്രമേ ഈ ഒരു മുട്ടുവേദന മാറുള്ളൂ. അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ മുട്ടുവേദനയുള്ള ആളുകൾക്ക് മിക്ക കേസുകളിലും ഊരവേദന ഉണ്ടാവും. അതുപോലെ ചില ആളുകൾക്ക് തുടയുടെ മസിൽ എപ്പോഴും സ്റ്റിഫായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ചില ആളുകൾക്ക് കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം പെയിൻ കില്ലർ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മുട്ടുവേദന ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലത്തെ കണ്ടീഷനിലൊക്കെ വരുന്ന മുട്ടുവേദനകൾ മിക്ക കാരണവും L3 L4 L5 ഉണ്ടാകുന്ന നെർവ് കംപ്രഷനാണ്.